അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 69 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 70-ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. എല്ലാ പാഠഭാഗങ്ങളും നല്ലപോലെ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ പഠിക്കാം. ഖാലു, അവിടെ കാഫ് തഫ്ഹീം ചെയ്യണം. അദ്ഉലന, ദാലിന് സുക്കൂനുണ്ട്, കൽക്കലയുടെ നിയമമാണ് വരിക. റബ്ബക, അവിടെ റ തഫ്ഹീം ചെയ്യണം. യുബയ്യില്ലന, അവിടെ ഇദ്ഗാം ബിഗൈരി ഉന്നയാണ്. നൂനിനെ മറച്ചു വെച്ച് മണിക്കാതെ ചേർത്തി ഓതണം. ഇന്ന, നൂനിന് ശബ്ദുണ്ട്, 2 ഹർക്കത്ത് വരെ നിർബന്ധമായും മണിക്കണം. ബഖറ, ഇതിൽ കാഫും റായും തഫ്ഹീം ചെയ്യണം. തശാബ, അവിടെ മദ് അസ്ലിയാണ്, 2 ഹർക്കത്ത് മാത്രം നീട്ടാൻ പാടുള്ളൂ. വ ഇന്ന, അവിടെ നൂനിന് ശബ്ദുണ്ട്, 2 ഹർക്കത്ത് മണിക്കണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്ത് നീട്ടണം. ഇൻഷാ, അവിടെ ഇഖ്ഫാന്റെ നിയമമാണ് വരിക. നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. ഇൻഷാ, അവിടെ മദ് മുത്തസിലാണ്. ലമുഹ്തദൂൻ, മദ് ആരിദ് സുക്കൂൻ. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. അവർ പറഞ്ഞു, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഖാലു, അവർ പറഞ്ഞു, അദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബക, താങ്കളുടെ റബ്ബിനോട്. യുബയ്യിൻ ലനാ, അവർ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. മാഹിയ, അത് എന്താണെന്ന്. ഇന്നൽ ബഖറ, നിശ്ചയമായും പശു. തശാബഹ, പരസ്പരം സാദൃശ്യമായി തിരിച്ചറിയാതായിരിക്കുന്നു. അലൈന, ഞങ്ങൾക്ക്. വ ഇന്ന, നിശ്ചയമായും ഞങ്ങൾ. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ലമുഹ്തദൂൻ, നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഇത് കാണാതെ പഠിക്കാം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. ബൈഹാർട്ടാകുമ്പോൾ വിരലുകൾ ഓരോ അക്ഷരത്തിനിടയിലും വെച്ച് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് പഠിക്കണം. നമുക്കിന്ന് കാണാതെ ഒന്ന് നോക്കാം. മനസ്സിൽ പതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. മാഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ. മാഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ. മാഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഖാല ഇന്നഹു വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഖാല ഇന്നഹു വ ഇന്നാ
لمهتدون قال إنه ഇതൊന്ന് കാണാതെ വന്നു പോകും. ഈ ആയത്ത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون قال إنه നമുക്കിതൊന്ന് കാണാതെ നോക്കാം. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നിങ്ങൾ 20 തവണയെങ്കിലും ഈ ആയത്ത് ആവർത്തിച്ച് ഓതണം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിസ്കാരത്തിലും യാത്രയിലും മറ്റുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മെമ്മറി ശക്തി വർദ്ധിപ്പിക്കും. അതേപോലെ പഠിച്ചതിന് ശേഷം നല്ലൊരു ഖിറാഅത്ത് കേൾക്കുക. പഠിച്ച ഭാഗങ്ങളുടെ നിങ്ങളുടെ ഖിറാഅത്ത് കുറച്ചുകൂടി ബെറ്ററാക്കാൻ സാധിക്കും. അടുത്ത ആയത്തുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.